ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച. മത്തായി 25 1 മുതൽ 13 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് 10 കന്യകമാരുടെ ഉപമ പറയുന്നു. 10 കന്യകമാർ വിളക്കുമെടുത്ത് മണവാളൻ്റെ വരവിനായി പുറപ്പെട്ടു. ഈ കന്യകമാരിൽ 5 പേർ വിവേകശൂന്യരും മറ്റ് 5 കന്യകമാർ വിവേകരും ആയിരുന്നു എന്ന് യേശു പറയുന്നു. യേശുവിൻ്റെ കാലത്തെ ആചാരം കല്യാണത്തിന് ശേഷം മണവാളൻ സുഹൃത്തുക്കളുമൊത്ത് വിരുന്നിന് പുറപ്പെടും. പിന്നീട് വളരെ രാത്രി വന്ന് വധുവിനെ കൂട്ടിക്കൊണ്ടു പോകും. വരൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വധുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ കന്യകകൾ വിളക്കുകൾ കത്തിക്കുന്നതായിരുന്നു ആചാരം. 10 കന്യകമാരുടെ ഉപമ പ്രാഥമികമായി നമ്മുടെ സൃഷ്ടാവിനെ കാണാനുള്ള സന്നദ്ധതയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ആ ദിവസമോ സമയമോ നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിമിഷം വളരെ നിർണായകമാണ്. നമുക്കുള്ളത് അത്രമാത്രം. ഒരു പാട്ടിൻ്റെ വാക്കുകളിൽ ഇന്നലെകൾ കടന്നുപോയി, നാളെ നമ്മുടേതാകില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നന്നായി ചിലവഴിക്കാൻ നാം തയ്യാറാകണം. എങ്ങനെയാണ് അതിന് തയ്യാറാകേണ്ടത്? നമുക്ക് ഒരു കണക്കെടുപ്പ് നടത്താം. പരിശുദ്ധിയുടെ വസ്ത്രത്തിൽ ഞാൻ ആകർഷിക്കപ്പെടുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ എണ്ണയും പ്രത്യാശയുടെ വിളക്കും സ്നേഹത്തിൻ്റെ പാത്രവും എനിക്കുണ്ടോ? എൻ്റെ വസ്ത്രത്തിൽ പാപം പുരണ്ടിട്ടുണ്ടെങ്കിൽ മാനസാന്തരത്തോടും ക്ഷമയോടും കൂടി അത് കഴുകിക്കളയാൻ ഇനിയും സമയമുണ്ട്. നമ്മുടെ എണ്ണ ഏറ്റവും കുറഞ്ഞ അളവിലാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയോടെ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വിളക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രചോദനാത്മക വചനം ഉപയോഗിച്ച് അത് പരിഹരിക്കാൻ സാധിക്കും. നമ്മുടെ പാത്രം ശൂന്യമാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് നിറയ്ക്കാൻ അനുവദിക്കുക. ഏത് സമയത്തും നമ്മുടെ കർത്താവിന് നമ്മെ അവൻ്റെ രാജ്യത്തിലേക്ക് വിളിക്കാം എന്ന് നമുക്കറിയാം. കൃത്യമായ സമയം ആർക്കും അറിയില്ല. ജ്ഞാനമുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. ഭൂമിയിലെ അവരുടെ മുഴുവൻ ജീവിതവും കർത്താവുമായുള്ള ആ കൂടിക്കാഴ്ചയുടെ നിമിഷത്തിനുള്ള ഒരുക്കം മാത്രമാണ്. എന്നാൽ വിഡ്ഢികൾ ഈ മുന്നറിയിപ്പ് അവഗണിക്കുന്നത് തുടരുന്നു. അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുക, എനിക്ക് നിന്നെ അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും വിവേകമുള്ള ജ്ഞാനികളാകാൻ തീരുമാനിക്കുക. അതിന് എപ്പോഴും തയ്യാറെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.